നമ്മുടെ പൊതുവെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിച്ചത്. വ്യഭിചാരം, വ്യഭിചാരത്തിന്റെ ഭവിഷ്യത്തുകളും അത് ചെയ്താൽ അല്ലാഹുവിന്റെ ഭാഗത്ത് ലഭിക്കുന്ന ഭയാനകമായ അദാബുകളും അതാണ് നമ്മുടെ പൊതുവെ ഇന്ന് സംസാരിച്ചത്. ആരെയാണ് നമ്മുടെ മദ്രസയിലൊക്കെ പൊതുപരീക്ഷ ഒക്കെ പണ്ട് കാലത്തൊക്കെ പൊതുപരീക്ഷ എന്ന് പറയുമ്പോൾ ഭയങ്കര ആവശ്യമായി. പുതിയ ഉസ്താദുമാർ നമ്മുടെ നാട്ടിലേക്ക് വരാം, പരീക്ഷ നടത്തുമ്പോ ഒരു പരീക്ഷ ഉണ്ടാകുന്നത് അറിയില്ല. ബോധവരണം നമ്മളെ ഒരു മക്കളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെയാണ്, ബന്ധം കുറവും. എല്ലാവരുടെ ബാബു നമ്മുടെ മദ്രസയിൽ പരീക്ഷകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു പരിപൂർണമായ വിജയം നൽകുമാറാകട്ടെ. പഠിച്ചത് മുഴുവൻ നല്ല ബോധത്തോടെ ഓർമ്മയോടെ എഴുതാനും പാസ്സാകാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും തോന്നിയും നൽകുമാറാകട്ടെ. SSLC പരീക്ഷ, പ്ലസ് 2 പരീക്ഷ, അങ്ങനത്തെ ഓരോ പരീക്ഷകളും കടന്നു വരികയാണ്. നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിപൂർണമായ വിജയം നൽകാൻ കഴിയുമാറാകട്ടെ. പറഞ്ഞു നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, ഖുർആനിന്റെ അതേ വാക്യമാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, വിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ഇന്നഹു ഫാഹിശത്തുൻ മിനസ്സിൽ കിതാബ്. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി തന്നെ അതൊരു ഒരു വിടക്കത്തെയാണ്, അതൊരു മോശമാണ്, അത് ചീത്തയാണ് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് വ്യഭിചാരം. അറിയാതെ എത്ര വലിയൊരു സ്വാമിയായ മനുഷ്യനാണെങ്കിലും ഈ വ്യഭിചാരവുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ പറ്റാത്തവർക്കാണ് ആരവസ്ഥ അങ്ങനെയാണ്. കാരണം പണ്ട് 14 നൂറ്റാണ്ടിന് മുമ്പ് റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളത വ്യഭിചാരം വർദ്ധിച്ചു വരും. അതുപോലെ കള്ളുകുടി, ലഹരി വർദ്ധിച്ചു വരുമെന്ന് പറഞ്ഞ ഒരു കാലം നമ്മൾ കുറച്ച് ഒരു 30-40 കൊല്ലം മുമ്പ് എന്ത് വിഷയപ്പ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. ഇന്നങ്ങനെയല്ല. റസൂൽ എന്ന് പറഞ്ഞത് അത് സാക്ഷാൽ ഗലിച്ച് കാണുന്ന ഒരു കാലം. ഈ സദസ്സിനെ ആരാ വ്യഭിചരിക്കാത്ത ആളുകൾ? കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, ചെവി കൊണ്ട് വ്യഭിചാരം, മനസ്സുകൊണ്ട് വ്യഭിചാരം, ചിന്ത കൊണ്ട് വ്യഭിചാരം. വ്യഭിചരിക്കാത്ത ആരെങ്കിലും ഉണ്ട്? എത്ര വലിയൊരു സ്വാരിയായ മനുഷ്യനാണെങ്കിലും ഇന്ന് പറ്റൂല. എന്നതാ പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്ന വ്യഭിചാരം, പെണ്ണിന്റെ വോയിസ് കേൾക്കുന്ന വ്യഭിചാരം. ഇന്നലെ ഒരു വാട്സാപ്പിൽ ഒരു കോമഡി വളരെ സത്യം. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നുണ്ട്, ബസ് സ്റ്റാൻഡിൽ പോകുന്നുണ്ട്, എയർപോർട്ടിൽ പോകുന്നുണ്ട്, ഫ്ലൈറ്റിൽ കയറുന്നുണ്ട്, എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തിലും അനൗൺസ്മെന്റ് പെണ്ണിന്റെ വയസ്സ് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ ഒരു ആണിന്റെ വയസ്സിൽ പ്രസവനായി ഈ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞാൽ പോയാൽ പറയണ്ട. മലയാളത്തിൽ വേറെ, ഇംഗ്ലീഷിൽ വേറെ, പിന്നെ ഹിന്ദിയിൽ വേറെ, എല്ലാ ലാംഗ്വേജുകളിലും അല്ലെ ഒരു തമാശ കൊണ്ടാണ്. ആകെ നമ്മുടെ വീടാവില്ല, നമ്മുടെ കർണാടക ഭാഗത്ത് ആകെ ഒരു ആണിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലത്തിന് മാത്രമാണ് ആണിന്റെ ശബ്ദം. നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കച്ചറ കൊണ്ടുപോകുന്ന ഒരു വണ്ടി വരും. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കൊണ്ടുപോകുന്ന നല്ല വീട്ടിൽ വെക്കും. അപ്പൊ ഒരു വണ്ടി വരും, പഞ്ചായത്തിന്റെ വണ്ടി. അതിൽ നമ്മുടെ കച്ചറ കിട്ടും. അപ്പൊ അതിൽ പറയുന്ന ഒരു സൗണ്ട് ആണ് പറയുന്നത്, കച്ചറകളിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിൽ വണ്ടി വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് നമ്മുടെ മോദിന്റെ ഒരു കാര്യം സ്വച്ഛ ഭാരതം അതിന്റെ ഒരു ആണിന്റെ വയസ്സ് മാത്രം. ബാക്കി എന്താ പെണ്ണിന്റെ വയസ്സ്. പെണ്ണില്ലാത്ത പരിപാടി ഒന്നും അവർ വണ്ടി എടുത്ത് ഒരു കാർ, ഒരു ബൈക്ക്, അല്ലെങ്കിൽ കുറെ ഒരു വാൻ. ആ വാൻ എടുത്താൽ വാന്റെ പെട്ടിയിട്ടത് വളരെ കൊട്ടാൻ പെണ്ണിന്റെ പോകും. ഭയങ്കര കാറ്റുണ്ട് എന്ന് അറിയിക്കുന്നവരാണ്. ആ കാറ്റിന്റെ ശിദ്ധത്ത് കൊണ്ട് പോലെ ഇട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ മാറിയിട്ട് അടിച്ച് പ്രൊഫസർ കാണുന്ന പോലെ ഫോട്ടോയാണ് പറഞ്ഞാൽ അത്രയും കാറ്റിനെ ചിരിക്കുന്ന വിഷയം കുറച്ച് കാണിക്കോ. ക്ലാസ്സിന്റെ ചിരിക്കുന്ന വിഷയമാണെങ്കിൽ കുറച്ച് ചിരിക്കുന്ന പോലെ പോകണം, കരയുന്ന വിഷയമാണെങ്കിൽ കുറച്ച് കരയുന്നത് പോലെ പോകണം. ഒരു പ്രതിഭ സംഭാവന പോകട്ടെ. ബസ്സിലെ പോകുമ്പോൾ കട്ടൗട്ട് വന്ന് എന്താ അഡ്വർടൈസ്മെന്റ്, ഫാൻ്റെ അഡ്വർടൈസ്മെന്റ് എന്താ ഫാൻ തിരിയുന്നുണ്ട്, അടിയിലൊരു വെള്ളം. ആ കാറ്റ് കൊണ്ട് പോലെ ഇത് അടിയിൽ മാറിയിട്ട് മോളിൽ വരും. അത്രയും കാറ്റാണ് കാറ്റ്. കാറ്റ് അഡ്വർടൈസ്മെന്റ് രണ്ട് എല്ലാത്തിനും വെണ്ണില്ലാത്ത ഒരു വിഷയം ഈ ലോകത്തില്ല. പെണ്ണ് ചാനലായ ചാനൽ മുഴുവൻ പെണ്ണ. ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ റൂൾസുകളും മഹത്തുക്കളായ ആലിമ്യങ്ങളും പണ്ഡിതന്മാരും ഇവിടെ പറഞ്ഞിങ്ങനെ പറയുമ്പോ അതിന്റെ ഇടയെ അതിനെ കൊഞ്ഞാൻ കൊല്ലാൻ, അതിനെ വിമർശിക്കാൻ ചാനലായ ചാനൽ മുഴുവൻ ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ. അതിന് ആരെയും പറയാൻ അതും പെണ്ണ് എന്തിനുണ്ട്? ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമം ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ നിയമം അഭിമുഖങ്ങൾ പഠിപ്പിച്ചു. മഹാന്മാരായ ആലിമീങ്ങൾ അതെങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പറയുമ്പോ മറ്റുള്ള മതക്കാർക്ക് എന്താ വേദന വേദനിച്ച കാര്യത്ത. നമ്മളിപ്പോ മറ്റുള്ള മതക്കാരെ നിയമം പോകുന്നു. നമ്മൾ ഒരിക്കലും പഠിച്ചിട്ട് അത് നിങ്ങളുടെ ശരിയല്ല എന്ന് ഞമ്മ പറയുന്നില്ല. നമ്മുടെ മതത്തെ നമുക്ക് ഖുർആൻ പറഞ്ഞ ഘട്ടം തീർക്കും വലിയ. നമുക്ക് നമ്മുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമ്മുടെ മതത്തിന്റെ നിയമങ്ങൾ എക്സസൈസിനെ കുറിച്ച് പറയുമ്പോ അവിടെ മഹാന്മാരായ ആലിമീങ്ങൾ അരുതുന്നതല്ല. ഏറ്റവും വലിയ ഇസ്ലാമിന്റെ സർക്കാർ ബന്ധം, ഏറ്റവും വലിയ സർക്കാർ ബന്ധം
പള്ളിയിൽ വന്നിട്ടുള്ള വിവാദത്തല്ലേ, ആ പള്ളിയിൽ വന്നിട്ടുള്ള വിവാദത്ത് പോലും പെണ്ണിന് ഇസ്ലാം വിലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് എന്തിനാണ് പെണ്ണിനെ പുറത്ത് വലിച്ചു കൊണ്ടുവരുന്നത് എന്ന് നമ്മുടെ മഹാന്മാരായ ആലിമ്യങ്ങൾ ചോദ്യം ചെയ്തപ്പോ അതിന്റെ ഭയങ്കര ശബ്ദം, ഭയങ്കര ശബ്ദം. എന്തിനു ശബ്ദിക്കണോ? ഇസ്ലാമിൽ നമ്മ ആണുങ്ങൾക്ക് പള്ളിയിൽ വാങ്ങിയിട്ടുണ്ട്, എന്നാൽ പെണ്ണുങ്ങൾ നിശ്ചയിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് വാങ്ങുന്നുണ്ടോ? ഇസ്ലാമത്ത് മാത്രമേ ചൊല്ലത്. എല്ലാ ഏത് സുന്നിയാവട്ടെ, ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാവട്ടെ, അവരോട് ചോദിച്ചു നോക്കി, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് വാങ്ങുന്നുണ്ടോ? വാങ്ങില്ല. ഇസ്ലാമത്ത് മാത്രം. എന്താ കാരണം? എന്താ? വാങ്ങെന്ന് പറഞ്ഞാൽ അത് ഉറക്കെ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പള്ളിമിനാരത്തിന് വാങ്ങ് കൊടുക്കുന്നത്. എല്ലാവർക്കോ അത് വെല്ല കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വാദ്യം വയ്ക്കാതെ ഇക്കാമത്ത് കൊടുക്കുന്നത്. കാരണം അതിന് ശബ്ദം ഉയർത്താൻ പാടില്ല. അപ്പൊ പെണ്ണെന്ന് പറഞ്ഞാൽ ശബ്ദം ഉയർത്തേണ്ടവൻ അല്ല, പെണ്ണെന്ന് പറഞ്ഞാൽ ശബ്ദം അതുല്യമായിട്ടവരാ. അതുകൊണ്ട് അവർക്ക് വാങ്ങ് വേണ്ട, ഇക്കാമത്ത് മതി അല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. അതിനെതിരെ ആരെങ്കിലും വിമർശിച്ചോ? അതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചോ? ഒന്നുമില്ല. പക്ഷെ ഇസ്ലാമിന്റെ നിയമം വരുമ്പോൾ മറ്റുള്ള മതക്കാർ താഴെന്ന് ഭയങ്കര ശബ്ദം തീർന്നില്ല. ഞാനുണ്ട് ഒരാഴ്ച രണ്ടാഴ്ച ഭയങ്കര ജോലിണ്ടാവും, പിന്നെ അത് കഴിഞ്ഞു പോകും. എല്ലാവരും സൂക്ഷിക്കേണ്ട വിഷയം. ഇന്നത്തെ കാല അവസ്ഥ അങ്ങനെയാണ്. എല്ലാം കൊണ്ടും നമ്മൾ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന കാലം. ഒരു മംഗളത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ മതി. ചില ആളുകൾ വിചാരിക്കുന്നത് എന്താ ഹലാലായിക്കാം, ഇനി കാലം ഇവിടെ എന്തെന്ന് പറയാൻ പറ്റുക. ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് നമ്മുടെ മംഗലന്റെ പൊരയിൽ മംഗലായാലും പറയുന്ന ആളുകൾക്ക് അറിയും. ഒരു ഉപ്പ നിക്കാൻ പോകുന്നത് ആന്റെ വീട്ടിലേക്ക്, ചെക്കന്റെ വീട്ടിലേക്ക് പോകുമ്പോ പെണ്ണുണ്ടല്ല അപ്പാന്റെ ബോൾ പിടിച്ചു വന്നിട്ട് ഇങ്ങനെ വളരെ ദുഃഖത്തോടെ കിടന്നിട്ട് കരഞ്ഞ ഒരു കാലായിരുന്നു തിരിച്ചു വരുന്നതോടെ. കാരണം എന്താ? ഉപ്പ പോയി ചില വിഷയത്തിനല്ല, ഇനി മരിക്കുന്നത് പോലെ എന്റെ ജീവിതത്തിന്റെ വലിയൊരു താക്കോല് വാങ്ങിക്കൊണ്ടുവരാൻ ഉപ്പ പോയതാണ്. അപ്പോ എനിക്ക് ഉമ്മയില്ല, പുതിയ ഒരു കുടുംബം, പുതിയ ആളുകൾ, പുതിയ വീട് എന്തായിരിക്കുമെന്ന് ഓർത്ത് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ടത്തെ കാലം. ഇപ്പൊ കാലം പോയി, ഇപ്പൊ ഓൺലൈൻ, ഇപ്പൊ ഓൺ പോയി കൊണ്ടുവരാണ്. ഇങ്ങനെ നോക്കിയ രണ്ട് വലവയെ വലിയ മുതലാളികളുടെ മംഗള സെറ്റപ്പായി തുടങ്ങിയിട്ടുണ്ട്. നിക്കാൻ വെക്കുമ്പോൾ ചക്കനും പുസ്താദും ഒരു ഭാഗത്ത് പെണ്ണും എല്ലാം പോലെ സമ്പ്രദായം പോലെ എന്തൊരു അവസ്ഥയാണ്. ആണല്ലോ നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് ഈ പെണ്ണിനെ പുതിയാപ്പിൾക്ക് കാണാൻ ആറാമത് നിക്കാഹോട് കൂടിയല്ല ഹലാലാകുന്നത്. നിക്കാഹിന് മുമ്പ് ആ പെണ്ണിനെ കാണാൻ പറ്റുമോ? ആ പെണ്ണുമായി സംസാരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. എല്ലാ ആറാമാണ്. അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. പക്ഷെ നമ്മളത് ദീനിന്റെ നിയമങ്ങൾ നമ്മളെ ഹലാലാക്കി ഒക്കെ അതുകൊണ്ട് വ്യഭിചാരം അല്ലെ. ഇന്ന് തുറന്നിട്ട് കല്യാണം കഴിക്കുമ്പോ ആണിന്റെ സ്റ്റേജിലാണെങ്കിൽ നേരെ പെണ്ണിന്റെ ഒരു സ്റ്റേജ്, എന്നിട്ട് പെണ്ണിനെ നിക്കാഹിന് മുമ്പ് വന്ന് പോലെ കൊണ്ടുവെക്കും. കാണുമ്പോ സുബ്ഹാനല്ലാഹ് എന്ത് അത്ഭുതം. എന്നിട്ട് ഈച്ചകൾ ഈച്ച പൊങ്ങിയ പോലെ ഫോട്ടോഗ്രാഫർമാർ പോലെ ബാക്കിലും ഒരു ഫ്രണ്ടിലും തലന്റെ ഭാഗത്തും ഒരു ഹലാലാണോ? ഈ പെണ്ണ് നോക്കുന്ന ഈ ഫോട്ടോഗ്രാഫർ കാണുണ്ടോ? ഏതോ ഒരു അന്യമതക്കാരൻ അല്ലെങ്കിൽ ഏതോ ഒരു മുസ്ലിമായ ഏതോ ഒരു അന്യപുരുഷൻ എന്റെ മോളെ തുറന്ന് കാണാന്ന് പറഞ്ഞാൽ എന്തൊരു തെറ്റാണ്. അവര് മാത്രമല്ല അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന നാട്ടിക്ക് ഓരോരുത്തരും അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. കാരണം ചിന്തന വേണ്ടിയാലല്ല, തുറന്നിട്ട് വേണ്ടിയാലാണ്. ഇതിങ്ങനെ എങ്ങനെയാണ് നേരെ വേണ്ടി വന്നിട്ട് ഓണാകുമ്പോ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മോള ഒരു പരിഷ്കാരമായി എനിക്ക് കുറച്ച് കഴിയുമ്പോ ഞങ്ങളുടെ സ്റ്റേജിൽ വന്നിട്ട് അധികം മുഖേന സ്റ്റേജിൽ കുറച്ച് കഴിഞ്ഞ ഓൺലൈനിൽ എനിക്ക് കാണാൻ പറയും. കാലമെത്തി അന്നത്തെ ഒരു അവസ്ഥ എൻഗേജ്മെന്റ് കയ്യിലോടുകൂടി എനിക്ക് ആരാകാണത് എന്നൊരു ധാരണ. പിന്നെ സംസാരം, പിന്നെ ഫോൺ വിളി, കൊടുക്കുന്ന ക്ലിക്ക്, ഐഫോൺ, എന്തെല്ലാം അസുഖങ്ങൾ എന്തെയാണ് പറഞ്ഞത്. ഇയാൾക്ക് നാൾ വരുമ്പോ വ്യഭിചാരം കൂടി വരും. വെറും വ്യഭിചാരം ആണും പെണ്ണും ബന്ധപ്പെടൽ മാത്രമല്ല, കാണൽ വ്യഭിചാര, കേൾക്കൽ വ്യഭിചാര, അവരുടെ ശബ്ദം കേട്ട് ആസ്വദിക്കൽ അത് വ്യഭിചാരാണ്. മോഹിനികളെ നമ്മൾ മനസ്സിലാക്കാനുണ്ടാകും. ഓരോ ആളുകൾക്ക് ഓരോ വിരാതുണ്ട്. ചില ആളുകൾക്ക് പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ മതി ജനാമത്തുണ്ടാവും. എന്നിട്ട് ആളുകളുണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇസ്ലാം പെണ്ണ് പറഞ്ഞാല പെണ്ണിന്റെ സൗണ്ട് ഔറത്താണെന്ന് പെണ്ണ് പറഞ്ഞാല. ഞാനെന്റെ പെണ്ണിന്റെ സൗണ്ടിന് അത്ര വലിയൊരു അട്രാക്ഷൻ ഉണ്ട്. എത്രയോ നമ്മൾ കൂട്ടുകാർ വന്നിട്ടുണ്ട്, എത്രയോ നമ്മൾ ചങ്ങായിമാർ സാറേ സൗണ്ട് കേട്ട് ജനാമത്തായി പെണ്ണിന്റെ ശബ്ദം കേട്ടിട്ട്. ഇസ്ലാം റസൂലുള്ള എന്താ പറഞ്ഞത്? റസൂലുള്ള വിവരിക്കേണ്ടതാണോ? റസൂലുള്ളാഹിക്ക് വിവരം തെറ്റിയതാണോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞതാണ് വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ഇന്നത്തെ സാഹചര്യം മുഴുവൻ ഞാൻ ഒരു 10 ദിവസം മുമ്പ് അടുത്ത ഭാഗത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഒരു 2-3 ചെറുപ്പക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു സഹോദരി പറഞ്ഞിട്ടുള്ളൂ. ഇത് വന്നിട്ട് ഓന്റെ ആ കോമ്പൗണ്ട് കഴിഞ്ഞ് റോട്ടിലേക്ക് എത്തിയപ്പോ ഇങ്ങനത്തെ കൊടുക്കാം ഫുള്ള് ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ത് കൊടുക്കാം ഫുള്ള് മട്ടനാണ്. അപ്പൊ വീട് വരെയുള്ള മട്ടൻ
പട്ടപ്പോ ഇത് മാത്രമേ പറഞ്ഞു. അപ്പൊ എന്നെ കൂടെയുള്ള അശോക് വ്യവസായിക അതിന്റെ വേഷം തൊടന്റെ ഭാഗം കൂടുതൽ ഇങ്ങനെ കാട്ടി നടക്കുന്ന ഒരു വേഷം വിധോയുടെ മട്ടും തോന്നാൻ ഓടിയിട്ട് അവരാക്കിട്ടിങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥ. നോക്കുന്നത് എന്താ വ്യവസായം നോക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ആക്കി നടക്കുന്നത്, നോക്കാൻ വേണ്ടിട്ടല്ലേ നടക്കുന്നത്. ഞമ്മ ഈമാനില്ലാത്തവരെ എന്റെ ഒപ്പം കൊണ്ട് ഈമാൻ എനിക്കൊന്നുമില്ല. ഇത് കണ്ടിട്ടൊക്കെ ഞങ്ങൾ ചിന്തയിൽ വിട്ടുപോകുന്നു. അതുകൊണ്ട് സാറേ ഇപ്പം പറയേണ്ടത് ഞാൻ പോയിട്ട് അങ്ങനത്തെ അവസ്ഥയാണ്. എല്ലാം കൊണ്ടും വ്യഭിചാരത്തിലേക്കുള്ള കവാടങ്ങൾ ഇന്ന് തുറന്നു നിൽക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, അതിനുള്ള അവസരങ്ങൾ എല്ലാം ഇന്ന് തുറന്നില്ല. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഭയാനകമായ അവസ്ഥയാണ് നമ്മുടെ കുത്തുബയുടെ അവസാനം വരെ പറഞ്ഞത്. ഒരു മുഅ്മിനാണോ ഈമാനുള്ള ഒരു മനുഷ്യനിക്ക് ഒരിക്കലും അവന്റെ ഈമാനുള്ള പുള്ളിയുടെ കാലത്തോളം വ്യഭിചാരവുമായി അടുക്കാനോ ചെയ്യാനോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനോ ഒരിക്കലും പറ്റൂല. ഞങ്ങൾ പറഞ്ഞ വാക്കാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും സാഹചര്യം എങ്ങനെയാണ് കഴിവിന്റെ പരമാവും, കഴിവിന്റെ പരമാവും അതിൽ നിന്നൊക്കെയും അകന്ന് അള്ളാഹുവിനെ പേടിച്ച് ഏതായാലും ഷാബാനും കഴിയാനും റമദാനും ഇതൊക്കെ വരുമ്പോ നല്ല ഒരു ചുറ്റുപാട് അവസ്ഥ നമ്മുടെ ജീവിതത്തിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ രൂപത്തിലും പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നും പടച്ചവനെ നീ പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം അള്ളാഹു. എത്ര ആളുകൾ ഇങ്ങനെ മരിച്ചുപോയ വിവരങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. പടച്ചവനെ ഞാൻ ഉമ്മ മരിച്ചുപോയി. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു മദനി ഉസ്താദ് മുഹമ്മദ് അലി മദനി എന്ന് പറയും നല്ലൊരു മനുഷ്യൻ. ഒരേ കൊല്ലത്തിന്റെ പരിചയം ഒരിക്കലും ഒരു അനാവശ്യത്തിൽ ബന്ധപ്പെടുന്നതോ കൂടുതൽ സംസാരമോ ഒന്നിന്റെ തലയെപ്പോ തൊക്കിയുണ്ടാവും, ആണിയുണ്ടാവും. പള്ളിയിൽ വെള്ളിയാഴ്ച ഒരു 11 മണിക്കൂർ എന്റെ പോയി ഇരുന്ന് ആൾക്കാർക്കും സ്ഥലത്തൊക്കെയും ചെല്ലുന്ന നല്ലൊരു മനുഷ്യൻ ഞാൻ മരിച്ചുപോയി. എല്ലാവർക്കും നീ സ്വർഗം നൽകണമല്ലോ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ നമ്മുടെ നാട്ടുകാരും സ്ഥാനമായും സ്നേഹിതന്മാരും പണ്ഡിതമാരും ഉലമാക്കളിൽ ഓറാക്കളിൽ ശാലകത്തിങ്ങളിൽ ആരൊക്കെ നമ്മിൽ നിന്ന് വിടമറഞ്ഞു പോയോ എല്ലാവർക്കും സ്വർഗത്തിൽ ഉയർന്ന നിന്റെ ഫضل കൊണ്ട് നീ നൽകണേ അല്ലാഹ്. ആമീൻ.